നമുക്കെല്ലാവർക്കും നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ച് ഓണപ്പാട്ടും വഞ്ചിപ്പാട്ടും പാടി നമ്മുടെ ഗായകർക്ക് വേണ്ടി ഒരു കൈയടി കൂടി കൊടുക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ശ്രാവണോത്സവത്തിലാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടികളൊക്കെ മാറ്റിവെച്ച് കുറച്ച് നമ്മുടെ കലാപരമായ കഴിവുകളും കായികപരമായ കഴിവുകളും പുറത്തേക്ക് എടുത്ത് അതൊക്കെ തട്ടിക്കുടഞ്ഞെടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഊർജ്ജ ഉണർവൊക്കെ വന്നോ? വന്നെങ്കിൽ കുറച്ച് ശബ്ദം നമുക്ക് കേൾക്കാവോ? ശബ്ദം ഉണ്ട്, നമുക്ക് നോക്കട്ടെ. ഇത്ര ഉള്ളോ? ഇത്ര ഉള്ളോ? ഒന്നും കൂടെ. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്രാവശ്യം നമ്മുടെ പരിപാടികളെല്ലാം സാധാരണത്തെ കാലത്തിലും കൊഴുപ്പുള്ളതായിരുന്നു എന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഓണം കൂടുന്നത്. ഇപ്പൊ ഞാൻ കേട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് വ്യത്യസ്തമായി തോന്നിയ പരിപാടി ഏതായിരുന്നു? ഓണസദ്യ എല്ലാ വർഷമുള്ളതല്ലേ? വേറെ എന്തെങ്കിലും പരിപാടി നല്ലതായി തോന്നിയിരുന്നോ? ഓക്കെ. നമ്മൾ നെസ്റ്റിലെ കുട്ടികളോ അല്ലെങ്കിൽ ഇവിടുത്തെ റിസർച്ച് സ്കോളേഴ്സ് അവതരിപ്പിച്ചെന്തെങ്കിലും പറയണ്ട. ശരി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് റാംപ് വാക്ക് എന്ന് എനിക്ക് തോന്നി, അല്ലേ? ഞാനുണ്ടായിരുന്നതില്ല, അനിയും കണ്ടു തന്നെ. ഓക്കെ. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമേ ഇത് പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ? എന്താ നമ്മുടെ സയന്റിസ്റ്റിന് പറ്റില്ലേ? പറ്റുമോ? അവർക്കും പോസ്റ്റ് ചെയ്യാൻ അറിയാമോ? അവർക്കും റാംപ് വാക്ക് ചെയ്യാൻ അറിയാമോ? അവർക്കും കൊറിയോഗ്രാഫി ഫോളോ ചെയ്യാൻ അറിയാമോ? നമുക്കിതൊക്കെ ഒന്ന് കാണാം. ഓക്കെ.
ഇത് വെറും ഒരു തുടക്കം മാത്രം. Now we invite on stage our showstopper, നമ്മുടെ നായകൻ ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ. അപ്പോൾ നമ്മുടെ സയന്റിസ്റ്റ് റാമ്പ് ഒക്കെ അറിയാമോ ഇല്ലയോ? യെസ് ഓർ നോ? അപ്പോൾ നമ്മുടെ സയന്റിസ്റ്റ് നമ്മുടെ റിസർച്ച് സ്കോളേഴ്സിന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ റിസർച്ച് സ്കോളേഴ്സ് നമ്മുടെ നാടിന്റെ തനിമയെ ഓർമ്മപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇവരുടെ വെല്ലുവിളിയെ സ്വീകരിച്ച് നിങ്ങളുടെ മുന്നിൽ വീണ്ടും റാമ്പ് വാക്ക് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം ഇവർ തമ്മിൽ ആരാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്.